നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിം പ്ലേ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം തന്നെ ഗെയിമിലേക്ക് പോവാം ഗൈസ്. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല മൈൻക്രാഫ്റ്റ് കളിക്കണേ, മുമ്പ് ഞാൻ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം ഗൈസ് കുറേ. നമുക്ക് നെയിം നമ്മളെ ചാനലിൻ്റെ പേരിൻ്റെ ഗൈസ്. ഓക്കെ, ഞാൻ പേരിട്ടിരിക്കണം. നമുക്ക് ഈസിയിൽ കൊടുക്കാം, സർവൈവൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ഇത് ഫോണിലാണ് കളിക്കണേ ഗൈസ്, അപ്പോൾ ലാഗൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഗ്രാഫിക്സൊക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്, കുഴപ്പമില്ല, ചെയ്യാം. ലോഡാവട്ടെ ഗൈസ്. എൻ്റെ ഫസ്റ്റ് ഗെയിമിംഗ് വീഡിയോ ആണ് ഗൈസ് എൻ്റെ ചാനലിൽ. അപ്പോൾ വന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നല്ല സ്ഥലത്തൊക്കെ തന്നെയാണ് സ്പോണായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്കെന്തായാലും നമ്മൾ ഫസ്റ്റ് പണിയായ വുഡാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്, പക്ഷെ ഇവിടെ ഞാൻ ഫസ്റ്റ് ആടിനെ കണ്ടു ഗൈസ്. ഞാൻ ആടിനെ ഫസ്റ്റ് പോയി ഒന്ന് കിൽ ചെയ്തിട്ടാണ്. സ്ലാഗിങ് ഉണ്ട് ഗൈസ്. ലാഗ് എടുക്കുന്നുണ്ട്. അതിനെ മടക്കി എഴുതിയിട്ടാണ് അതിനെ ഞാൻ കില്ല് ചെയ്തേക്കണോ. ഫ്ലവർ 3 എടുക്കണം ഗൈസ്. ചിലപ്പോൾ ഇത് വേറെ കളറ്, ഷീപ്പ് പല പല കളറാണെങ്കിൽ നമുക്ക് അത്രയും കളറില്ല, അത്രയും ഫ്ലവർ കൊടുക്കേണ്ടി വരും. എന്തിനാന്ന് നമുക്ക് അറിയായിരിക്കും ഗൈസ്, എന്നാലും ഞാൻ പിന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് വുഡ് എടുക്കട്ടെ ഗൈസ്. നമ്മൾ ഫസ്റ്റ് പരിപാടിയായ വുഡ് തന്നെ ഫസ്റ്റ് എടുക്കട്ടെ. ഞാൻ കുറേ വുഡ് എടുത്തിട്ടാണ് ഗൈസ് എല്ലാം ചെയ്യാറ്. ക്രാഫ്റ്റിംഗ് ടേബിളും എല്ലാതും ഉണ്ടാക്കാറ് ഫസ്റ്റ് വുഡ് കുറച്ച് എടുത്തിട്ടാട്ടോ ഗൈസ്. ചിലർ കുറച്ച് വുഡ് എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കും, എന്നിട്ട് ആക്സ് ഉണ്ടാക്കിയിട്ടാണ് ബാക്കി വുഡ് ഉണ്ടാക്കുക. ഞാൻ അങ്ങനെയല്ല കേട്ടോ ഗൈസ് ചെയ്യാറ്. എന്തായാലും വുഡ് എടുക്കാം, ബാക്കി കാര്യങ്ങളപ്പം നോക്കാം. വേൾഡ് ആയാൽ മതിയായിരുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഗൈസ്. എന്നിട്ട് നിങ്ങളെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും ചെയ്യുന്നതായിരിക്കും ഗൈസ് ഗെയിം പ്ലേ. എങ്കിലും ഞാൻ ചെയ്യും ഗൈസ്. ഒരു 5 എപ്പിസോഡ് വരെ ഞാൻ ഇടും ഗൈസ്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണില്ലെങ്കിൽ ഞാൻ മാറ്റും കേട്ടോ. ഞാൻ ഗെയിം മാറ്റും ഗൈസ്. എനിക്ക് സാപ്ലിങ് ഇഷ്ടമല്ല ഗൈസ്. ഇടക്കിടക്ക് മനുഷ്യനെ ഭ്രാന്തിപ്പിക്കാൻ അതിൽ ഉത്തരവുഡ് മതിയെന്ന് കരുതുന്നു. നോക്കിയേക്കാം. സാപ്ലിങ് 20 വുഡാക്കാം. വേണ്ട, ഈ മരം ഫുള്ളാണ്ടാണ് ചെയ്യാം. കറക്റ്റ് 25 ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ 25 ആക്കാം. ഓക്കെ മതി. ഇനി നമുക്ക് എന്താ അടുത്തത് ചെയ്യേണ്ടത്? അടുത്തത് ഒരു ഷീപ്പിനെയും പാടെ കണ്ടിരിക്കണം ഗൈസ്. ഇതിൻ്റെ മുമ്പ്
ഞാൻ ചെയ്തു. 2 പോർക്ക് ചോപ്പ് കിട്ടി ഗൈസ്. റോ പോർക്ക് ചോപ്പ് ഗൈസ്. അവിടെ ഒരു അടുക്കള, നമുക്ക് ആടിന് ഞാൻ പോർക്ക് ചോപ്പ് വെച്ചിട്ടുണ്ട് ഗൈസ് ആടിന്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലാങ്ക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. പിന്നെ സ്റ്റിക്ക് ഒരു അത് മതി. പിന്നെ കുറച്ചുകൂടെ പ്ലാങ്ക്സ് ഉണ്ടാക്കുക. ഓക്കെ, അത് മതി. എന്നിട്ട് നമ്മൾ ഈ ഇതൊക്കെ ഡൈ ആക്കുക ഗൈസ്. നമുക്ക് ഓക്കെ ഗൈസ്. ഗൈസ്, നമ്മൾ 3 യെല്ലോ ബോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു സ്വാഡും ഒരു പിക്കാക്സും മതി. പിന്നെ ഒരു ബെഡ് തൽക്കാലത്തേക്ക് അത് മതി. തൽക്കാലത്തേക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുക? വില്ലേജ് കണ്ടുപിടിക്കണം. ജസ്റ്റ് ഒരു കാര്യം നോക്കട്ടെ ഗൈസിൻ്റെ അടുത്ത് തന്നെയാണോ വില്ലേജ് നോക്കിയോട്ടെ. ഇത് എത്ര ബ്ലോക്കിലാണ് വില്ലേജ് എന്നൊക്കെയാണ് നോക്കട്ടെ ഗൈസ്. സീൻസ് ആൻഡ് എനേബിൾ ദിസ് വേൾഡ്. ഗൈസ്, നമുക്ക് ജീൻസ് അടിക്കാൻ പറ്റില്ല. ഞാനപ്പോൾ നമുക്കൊന്ന് പോയൊക്കെ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയോക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴൊക്കെ ഈ വീഡിയോ നിർത്തിട്ടോ ഗൈസ്. നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നല്ല സ്ഥലം കണ്ടു. ജസ്റ്റ് ഒരു അണ്ടർഗ്രൗണ്ട് ഫർണസ് ഉണ്ടാക്കിയില്ല ഗൈസ്. ഫർണസ് ഉണ്ടാക്കാം. ഞാൻ സ്റ്റോൺ മൈൻ ചെയ്തില്ല ഗൈസ്. ഞാൻ ഓരോ പൊട്ടത്തരങ്ങൾ എന്തോ ചെയ്യാണ്. ഞാൻ എന്തോ മറന്ന പോലെ എനിക്ക് തോന്നി ഗൈസ്. പക്ഷെ എന്താന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. വല്ലേ മനസ്സിലായ. അയ്യോ, വിശക്കുന്നുണ്ട്. ഞാൻ വെറുതെ പിക്കാക്സിൻ്റെ ലൈഫ് കളയണ്ടാന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോപ്പർ ഉണ്ട് ഇവിടെ. നിങ്ങൾക്കറിയാം ഈ കോപ്പറിൻ്റെ ഉപയോഗം എന്താണെന്ന്? എനിക്കറിയില്ല. ഇഷ്ടം പോലെ കോപ്പേഴ്സ് ഞാൻ കാണാറുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ആകെ ഒരു ഫസ്റ്റ് ടൈം മൈൻക്രാഫ്റ്റ് കളിച്ചപ്പോൾ എടുത്ത് നോക്കിയിരുന്നു. അത് ഇൻകോട്ടാക്കുകയൊക്കെ ചെയ്തു, മെൽറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഫർണസിൽ വെച്ചിട്ട്. പക്ഷെ എന്താണ് അതുകൊണ്ട് കാര്യം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. അത് ഫുള്ളൊന്ന് സ്റ്റോൺ പിക്കാക്സ് ആക്കി എടുക്കാം. സ്റ്റോൺ ഐറ്റംസ് ആക്കാം ഫുള്ള്. ഞങ്ങൾ സ്റ്റോൺ മൈൻ ചെയ്യാറ് എന്ന് വെച്ചാൽ ഈ പിക്കാക്സ് തീരുന്ന വരെ ഞാൻ സ്റ്റോൺ മൈൻ ചെയ്യാം ഗൈസ്. അങ്ങനെയാണ് എൻ്റെ ഒരു ക്വാളിറ്റി ഗൈസ്. ഇപ്പം തന്നെ ഞാനത് പ്രതീക്ഷിച്ചില്ല. ഞാൻ കോളിനെ ചാർക്കോൾ ആക്കേണ്ടി വരുമോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും ക്വാളിറ്റി നമുക്ക് കോൾ പിക്ക് ചെയ്യാം. കുറേ കോളുണ്ട് ഗൈസ്. ടോർച്ചിനും മെൽറ്റ് ചെയ്യാനൊക്കെ കോൾ ആവശ്യമുണ്ടാവില്ല.
അത്യാവശ്യത്തിനുണ്ട്. അത് ജസ്റ്റ് ഇവിടെ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യാന്ന് കരുതിയിരുന്നു. നമുക്ക് രാത്രി എപ്പോഴാവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ടിട്ട് ഫർണസ് ടോർച്ചൊന്ന് ഇപ്പം തന്നെ ഉണ്ടാക്കട്ടെ. ഇവിടെ ടോർച്ച് ചിലപ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ കിട്ടൂല, അടിച്ചു കൊടുക്കേണ്ടി വരും നമ്മൾ. ആണോ ഒരു ഇത്ര ടോർച്ച് മതി. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ആക്കട്ടെ. ഇവിടെ മതി. ഞാൻ അവിടെ ക്ലോസ് ചെയ്യട്ടെ. ബെഡും ഇവിടെ എവിടെയെങ്കിലും വെക്കണം. ഇവിടെ ബെഡ് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ കോള് കുറച്ചുകൂടെ മൈൻ ചെയ്യാം. അല്ലെങ്കിൽ കോള് മൈൻ ചെയ്യാണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. എന്നിട്ട് സ്റ്റോൺ പിക്കാക്സോട്ട് നമുക്ക് കോൾ ചെയ്യാം, കോള് മൈൻ ചെയ്യാം. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. രാത്രിയായോ എന്നൊരു സംശയമുണ്ട്. ഉറങ്ങിയോട്ടെ. ഞാൻ സോംബിൻ്റെ സൗണ്ട് കേട്ടിരുന്നു. എനിക്ക് തോന്നി രാത്രി ആയിട്ടുണ്ടാവും ചിലപ്പോൾ. നമുക്ക് കുറച്ചുകൂടെ മൈൻഡ് ചെയ്യാം. പറഞ്ഞില്ല പിക്കാക്സ് കഴിയണ വരെ ഞാൻ മൈൻഡ് ചെയ്യും. വില്ലേജ് വേഗം കണ്ടുപിടിക്കാൻ പറ്റിയതെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് പിന്നെ നോക്കാം. പിക്കാക്സ് കഴിയാൻ ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ 2 പിക്കാക്സ് ഉണ്ടാക്കാറുണ്ട് ഗൈസ്. 1 സ്വാഡ്, ആക്സ്, ഷവൽ. ഓക്കെ ചെയ്തോളൂ. ഇനി ഒരു ഫർണസ് ഉണ്ടാക്കണം. വേണമെങ്കിൽ സ്മോക്കറും ഉണ്ടാക്കാം ഗൈസ്. സ്മോക്കർ തന്നെയല്ലേ എൻ്റെ പേര്, സ്മോക്കർ. സ്മോക്കറിൽ ചില ഐറ്റംസ് ഒന്നും ചെയ്യാൻ പറ്റൂല ഗൈസ്, പക്ഷെ കുക്ക് ചെയ്യാൻ പറ്റില്ല. ആയാലും ഞാനിതൊക്കെ ഒന്ന് കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഫ്യൂവലിൻ്റെ അവിടെയാണ് മട്ടൻ വെക്കണത് ഗൈസ്, റോ മട്ടൻ. നമ്മൾ 13 മിനിറ്റ് ആയിക്കണം ഗൈസ്. 15 ഇത് വൈൻഡപ്പ് ചെയ്യും. അപ്പോഴേക്കും അത് കുക്ക് ആവണ വരെ കോളൊന്ന് വൈൻഡ് ചെയ്യട്ടെ. കുറച്ചുകൂടെ ടോർച്ച് ഉണ്ടാക്കണം ഗൈസ്. ടോർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഉണ്ടായിരുന്നു, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്കിനി കുറച്ചുകൂടെ സ്റ്റോൺ മൈൻ ചെയ്യാം. എത്ര ആയി നോക്കിയോട്ടെ ഗൈസ്. എത്ര 49 ആയിക്കണം. നമുക്ക് ഒരു 64 ആണ് ആക്കുക ഗൈസ്. എത്രയായി നോക്കട്ടെ. 60 ആയി. ഒരു 4 സ്റ്റോൺ പാടെ വേണം ഗൈസ്. ഓക്കെ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കണു. നോക്കാം. ഓക്കെ ഗൈസ്, കറക്റ്റ് 64 ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ മട്ടൻ ഇവിടെ റെഡിയായി. ഇതും വേണം ആവട്ടെ. പൊക്കിച്ചോ ഇതാവണ വരെ അതായിക്കോട്ടെ. നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. 42 ഇതാതി. നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുക്കാം ഗൈസ്. ഇതെടുത്തു. കുറച്ചൊന്ന് അറേഞ്ച് ചെയ്യണം. ഇതിവിടെ വേണ്ട.
ഓക്കെ, നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ? ലൈഫ് നമുക്ക് ബെഡ് എടുക്കാം. ഇവിടെ പോർക്ക് സ്റ്റോപ്പുമായി അത് കൊടുക്കുക, ഫർണസ് കൊടുക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് പോവാണ്. ഞാൻ ടോർച്ച് എടുക്കാനാണ് ഉദ്ദേശിച്ച, പക്ഷേ സ്റ്റോണും പാടെ വന്നു. കുഴപ്പമില്ല, നമുക്ക് ഷവൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി മേലേക്ക് പോവാം. ഞാൻ ടോർച്ചൊന്നും ഇവിടെ വെക്കണില്ല ഗൈസ്, നമ്മുടെ കയ്യിൽ വല്ലാതെ ടോർച്ച് ഇല്ലല്ലോ, കോളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് 15 മിനിറ്റ് കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ ഒരു ഡേ സർവൈവ് ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും 15 മിനിറ്റ്സ് ആയി ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്, വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.